കയ്പുള്ള തേൻ, മധുരമുള്ള കഷായം എന്നൊക്കെ പറയുന്നത് പോലെ ചേരുമ്പടി ചേരാത്ത രണ്ട് വാക്കാ നല്ല കള്ളൻ. അതെങ്ങനെയാണ് നല്ല കള്ളൻ ഉണ്ടാകുന്നത്? അവൻ അവസാനവും കട്ടെടുത്തത് പറുദീസയാണ്. അവൻ ഒടുക്കം കട്ടെടുത്തത് പറുദീസ. അങ്ങനെ അവൻ നല്ല കള്ളനായിട്ട് മാറി. ഈ നല്ല കള്ളൻ്റെ മാധ്യസ്ഥ്യം തേടിക്കോ. അതിനകത്തൊരു കുറച്ചിലുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഉണ്ടല്ലോ, സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ കുർബാനയിൽ പോലും ഈ മനുഷ്യൻ്റെ പേര് പറയുന്നുണ്ടെന്നേ. പേരില്ല, നല്ല കള്ളൻ. കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് പുരോഹിതൻ ഈ കുസ്തോതിയും കാസയും ഒക്കെ ആയിട്ട് ബലിപീഠത്തിൽ വെച്ചിട്ട് ഒരു പ്രാർത്ഥന, മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് 3 ഓപ്ഷൻസ് ഉണ്ട്, 3 പ്രാർത്ഥന. അതിനകത്ത് ഒന്നിനകത്ത് പറയുന്നുണ്ട്, നല്ല കള്ളനോടൊപ്പം ഞങ്ങളെ സ്വർഗത്തിൽ നീ കയറ്റണമെന്ന്. നല്ല കള്ളനോടൊപ്പം ഞങ്ങളും സ്വർഗത്തിൽ നിന്നെ ആരാധിക്കട്ടെ എന്ന്. അപ്പോൾ ഉറപ്പാണ് സഭയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് സഭയ്ക്ക് ഉറപ്പാണ് നല്ല കള്ളൻ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചോദിക്കാം, എന്ത് ചോദിക്കണമെന്നറിയാവോ? നല്ല കള്ള, നിന്നെപ്പോലെ അകൃത്യങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എങ്കിലും അവസാന നാളിലെങ്കിലും, അവസാന നാളെന്ന് വെച്ചാൽ ഈ നേരം ഏതാ അവസാന നാൾ? ഈ നിൽക്കുന്ന നേരം അവസാന നാൾ. നമുക്ക് എന്തുറപ്പുണ്ട് അടുത്ത നിമിഷം നമ്മളുണ്ടെന്ന്? അപ്പോൾ ഈ സംസാരിക്കുന്ന നേരമാണ് എൻ്റെ അവസാന നാൾ, ഈ കേൾക്കുന്ന നേരമാണ് നിൻ്റെ അവസാന നിമിഷം. അവസാന നാളിൽ റിപ്പൻറ്റ് ചെയ്യാൻ, അനുതപിക്കാൻ, പശ്ചാത്തപിക്കാൻ നിന്നെപ്പോലെ ഞങ്ങൾക്കും കഴിയട്ടെ നല്ല കള്ള എന്നൊരു മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണം.